നമസ്കാരം കേട്ടോ, ജയനാണ്. അപ്പോൾ അതായത് വളരെ നാളുകൾക്ക് കാത്തിരിപ്പിന് ശേഷം ടാറ്റയിൽ നിന്നുള്ള ടാറ്റയുടെ കെർവ് കൂപ്പെ ഡിസൈൻ ആയിട്ടുള്ള കെർവ് എന്ന മോഡൽ ഇന്ന് അൺവെയിൽ ചെയ്തിരിക്കുക കേട്ടോ. ടാറ്റ ലോഞ്ച് ചെയ്തിട്ടില്ല. ലോഞ്ച് ആഗസ്റ്റ് 7 തീയതിയാണ് വരുന്നത്. ഇന്നെന്തായാലും അതിൻ്റെ ഇലക്ട്രിക് വേർഷനും ഐസ് വേർഷൻസും വേരിയൻസും പെട്രോൾ ഡീസൽ വേരിയൻറ്റുകളുടെയും ഡീറ്റെയിൽസ് എന്താ, അല്ലെങ്കിൽ അവരുടെ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അൺവെയിൽ ചെയ്ത് കഴിഞ്ഞു. പുതിയ അലോയ് വീൽസും പഴയ അലോയ് വീൽസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. എങ്കിലും ഡിസൈനിൽ മൊത്തം ഒരു ഡിസൈൻ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് പുറത്തുനിന്നുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് അവർ അൺവെയിൽ ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ഇന്റീരിയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അൺവെയിൽ ചെയ്തിട്ടില്ല കേട്ടോ. എന്തായാലും ഇലക്ട്രിക് വേരിയന്റും അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ വേരിയന്റുകളുടെയും ഫൈനൽ ഡിസൈനാണ് ഇന്ന് അൺവെയിൽ ചെയ്തിരിക്കുന്നത്. ലോഞ്ച് വരുന്നത് ഓഗസ്റ്റ് 7 തീയതിയാണ്. അന്നായിരിക്കും പ്രൈസിൽ കാര്യങ്ങളും ഡീറ്റെയിൽസും മൊത്തമായിട്ടുള്ള ഇന്റീരിയറിന്റെ ഫീച്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സന്റെ കണ്ട പരിചയം ഉള്ള അതേ ഡിസൈനുകൾ തന്നെ. ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ നമ്മുടെ സഫാരിയുടെ ഒരു കോപ്പർ കളർ വന്നിരുന്നു. അതിൽ വന്നിരുന്ന ആ ഒരു ഗ്രില്ലിന്റെ ഡിസൈനും അതുപോലെ തന്നെ കണക്റ്റഡ് ഹെഡ് ലാംപ്സും, അതായത് വെൽക്കം നോട്ടുള്ള അല്ലെങ്കിൽ വെൽക്കം ഗുഡ് ബൈ പറയുന്ന ചാർജിങ് ടൈമിൽ റൺ ചെയ്യുന്ന ആ ഒരു LED സ്ട്രിപ്പ് ഒക്കെ ഉള്ള ഹെഡ് ലാംപ്സും അതുപോലെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സും അങ്ങനെയുള്ള ഫീച്ചേഴ്സുകളെല്ലാം തന്നെയാണ് വന്നിരിക്കുന്നത്. ടാറ്റയുടെ ഒരു എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു ഡിസൈൻ ഫൈനലാക്കി കഴിഞ്ഞാൽ അത് വെച്ച് തന്നെ ഒരു 10-15ഓളം മോഡലോ കാറുകൾ ഇറക്കുന്ന ഒരു സ്വഭാവം ടാറ്റയ്ക്കുള്ളത് പണ്ടേ ഉള്ളതാണ്. ഇൻഡിക്ക എന്ന് പറയുന്ന മോഡൽ ജനപ്രിയ മോഡൽ സക്സസ് ആയതോടുകൂടി അതിനുശേഷം ഇൻഡിക്ക മൻസ അങ്ങനെ വന്ന് ടാറ്റ ആര്യ വരെയുള്ള മോഡലുകൾ അതേ ഫേസ് കൊണ്ട് തന്നെ ടാറ്റ ഡിസൈൻ ഓടിച്ചു. അതിനുശേഷം ഇപ്പോൾ ഹാരിയർ എന്ന് പറയുന്ന വമ്പൻ മോഡൽ സക്സസിന് ശേഷം അതിൻ്റെ സഫാരി അതുപോലെ നെക്സൺ പഞ്ച് അങ്ങനെയുള്ള സകല മോഡലുകളും ഈ ഒരു ഫേസോടുകൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ടാറ്റ പിശുക്ക് കാണിക്കുന്നത്? ടാറ്റയുടെ ഡിസൈനേഴ്സിന്റെ കുഴപ്പമാണോ, ടാറ്റയുടെ തന്നെ കുഴപ്പമാണോ, എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും ഫേസ് വന്നിരിക്കുന്നത് നെക്സന്റെ അല്ലെങ്കിൽ ഹാരിയറിന്റെ അല്ലെങ്കിൽ സഫാരിയുടെ അതേ ലുക്കുകളോട് തന്നെയാണ് വന്നിരിക്കുന്നത്. വ്യത്യാസം എന്ന് പറയാനായിട്ട് നമുക്ക് കൂടുതൽ വ്യത്യാസങ്ങളൊന്നും കാണാനില്ല കേട്ടോ. ആ ഹെഡ് ലാമ്പിന്റെ യൂണിറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ബമ്പർ ആണെങ്കിലും കണക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണെങ്കിലും ഗ്രില്ലാണെങ്കിലും എല്ലാം തന്നെ പഴയ സഫാരി അല്ല, നമ്മളിപ്പോൾ ഓൾറെഡി ഏറ്റവും പുതിയ സഫാരിയും ഹാരിയറും നെക്സണും പോലെയുള്ള അതേ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ കൂടി വ്യത്യാസം എന്ന് പറഞ്ഞാൽ കൂപ്പെ ഡിസൈൻ, ഇന്ത്യയിലെ ആദ്യത്തെ കൂപ്പെ ഡിസൈനാണ് ടാറ്റയിൽ നിന്ന് വന്നിരിക്കുന്നത്. റയർ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ടിഗോറിന്റെ ഒരു റയർ സെക്ഷന്റെ ഒരു ഡിസൈനും ആ സ്ലോപ്പൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും പുതിയൊരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് വേരിയന്റും അവർ അൺവെയിൽ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇലക്ട്രിക് വേരിയന്റ് ഡീറ്റെയിൽസ്, ബാറ്ററി പാക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നിരുന്നാലും ഒരു 500-600 കിലോമീറ്റർ റേഞ്ചിലേക്ക് വരുന്നതായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെയും ഗ്രില്ലും നമ്മുടെ നെക്സോൺ EVയുടെ ആ ഒരു ഗ്രില്ലും അതുപോലെ തന്നെ പഞ്ചിന്റെ പോലെ തന്നെ ഫ്രണ്ടിൽ നിന്നാണ് ചാർജിങ് പോയിന്റ് വരുന്നത്. അത്തരം കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ടയർ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് EVയിൽ 17 ഇഞ്ച് ടയർ സൈസാണ് അവർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഐസ് വേർഷൻ അല്ലെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വേരിയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സഫാരിയുടെ ഒരു കളർ, ആ ഒരു കോപ്പർ ടൈപ്പുള്ള കളറും അതുപോലെ തന്നെ EVയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂയിഷ് ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഒരു കളറുമാണ് അൺവെയിൽ ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്ന 2 കളറുകൾ കേട്ടോ. അലോയ് വീൽസുകളൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഡോറിൽ നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കാണാൻ പറ്റും. അതെന്തായാലും ഒരു പുതുമയായിട്ടാണ് വന്നിരിക്കുന്നത്. സെഗ്മെന്റിലുള്ള മറ്റു വാഹനങ്ങളിലൊന്നും കാണാത്തൊരു ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് എന്തായാലും കൂപ്പെ ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും മത്സരിക്കാൻ പോകുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിയ സെൽറ്റോസും ഹ്യുണ്ടയുടെ ക്രെറ്റയും പോലെയുള്ള സെഗ്മെന്റിലാണ് മത്സരിക്കാൻ പോകുന്നത്. എന്തായാലും മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പഴയ നെക്സോണിന്റെ ഡിസൈൻ ആണെങ്കിൽ തന്നെയും ആ ഒരു കണക്റ്റഡ് ഹെഡ് ലാംപ്സും ആരോ ഡിസൈനുള്ള ഹെഡ് ലാംപ്സും ഹെഡ് ലാമ്പ് യൂണിറ്റും അതുപോലെ തന്നെ DRL ആരോ ഡിസൈനുള്ള DRLും അതുപോലെ ഇലക്ട്രിക്കൽ നമ്മൾ നെക്സോണിൽ കണ്ട അതേ ആ ഒരു ഗ്രില്ല് താഴത്ത് വരുന്ന ആ ഒരു വൈറ്റ് കളർ കൊടുത്തിരിക്കുന്ന ഗ്രില്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. സൈഡ് ഫേസിലേക്ക് നോക്കി കഴിഞ്ഞാൽ റെയറിലാണ് മാറ്റം വന്നിരിക്കുന്നത്. റെയറിലെ ആ കൂപ്പെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയറിലേക്ക് നമ്മൾ ഗ്ലാസ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് റെയർ വൈപ്പറോ അതുപോലെ ഡീഫോഗറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ലോപ്പി ഡിസൈൻ ആയത് കാരണം വെള്ളം ഒത്തിരി തുടച്ചു കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണോ ഇനി എന്താണോ സംഭവം? എന്തായാലും ഓഗസ്റ്റ് 7 തീയതി ഫൈനൽ പ്രൊഡക്റ്റ് ലോഞ്ച് ആകുമ്പോൾ മാത്രമാണ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും നമുക്ക് ഇന്റീരിയറിൽ ബാക്കി എല്ലാ തരം ഫീച്ചേഴ്സും നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ ടച്ച് സ്ക്രീനുകളും പനോരമിക് സൺറൂഫുകളും അതുപോലെ തന്നെ ഡ്യുവൽ ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് 10.4 ഇഞ്ചിന്റെ ഇൻഫോർടൈൻ, അതുപോലെ എഞ്ചിൻ സ്പെക്കുകൾ പറയുകയാണെങ്കിൽ 1.5 ലിറ്ററിന്റെ ഡീസൽ എഞ്ചിനും അതുപോലെ തന്നെ 1.2 ലിറ്ററിന്റെ TGയുടെ പെട്രോൾ എഞ്ചിനും ആയിരിക്കും വരാൻ പോകുന്നത്. വലിയ മാറ്റങ്ങളൊന്നും പഴയ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും കൂപ്പെ ഡിസൈൻ എന്ന് പറയുന്ന പുതിയ രീതികൾ മാത്രമാണ് വന്നിരിക്കുന്നത്. പുറത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ഇന്റീരിയറിന്റെ ഡിസൈനിൽ പുതിയ മാറ്റങ്ങൾ എന്താണ് ടാറ്റ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓഗസ്റ്റ് 7 തീയതി കാണാം. അപ്പോൾ നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.